എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട്? ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഒരു ഫൺ റീഡിങ് കേട്ടോ. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് നോക്കാം അവരുടെ സ്വപ്നങ്ങളിൽ നിങ്ങളെക്കുറിച്ച് എന്താണ്. വാട്ട് ആർ ദി ഡ്രീംസ്? റിയൽ ഡ്രീംസ് ആവട്ടെ, കണ്ണ് തുറന്നു വെച്ചിട്ടുള്ള ഡ്രീംസ് ആവട്ടെ, അല്ലെങ്കിൽ അവർ ഉറങ്ങുമ്പോഴാവട്ടെ, ഏത് തരം ഡ്രീം ആയാലും എന്തൊക്കെയാണ് നമുക്ക് കണക്റ്റ് ആവുന്നതെന്ന് നോക്കാം. ഓക്കെ, ഓർക്കുക അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ, ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് എമൗണ്ട് പേ ചെയ്ത ഉടനെ ഇപ്പോൾ തരുമോ എന്ന് ചോദിക്കരുത്. അപ്പോൾ ഉടനെ തരാൻ ബുദ്ധിമുട്ടായിരിക്കും. സെയിം ഡേയിൽ കഴിയുന്ന റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. വളരെ റെയർ കേസസിലാണ് ഒരു പെൻഡിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഒരു വ്യക്തിയുണ്ട്. അവർക്ക് ആ വ്യക്തിയോട് വളരെയധികം സ്നേഹമാണ്. ആ വ്യക്തി എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്ത് സ്വപ്നങ്ങളാണ് കാണുന്നത്? കണ്ണ് തുറന്നു വെച്ചിട്ടാവട്ടെ, ഉറങ്ങുമ്പോഴാവട്ടെ, അവരുടെ സ്വപ്നങ്ങൾ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സ്വപ്നങ്ങളിൽ അവർക്കായിട്ട് എന്താണ് എന്ന് പറഞ്ഞു തരുകയാണ്. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. എടുക്കട്ടെ. ലവേഴ്സ്, വാവ്. എംപറർ, ഓക്കെ. ഫോർ ഓഫ് പെൻഡക്കിൾസ്, ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, സിക്സ് ഓഫ് വാൻഡ്സ്, ഗുഡ്. ടു ഓഫ് കപ്സ്, പേജ് ഓഫ് സ്വാർഡ്സ്, ഏസ് ഓഫ് കപ്സ്, രണ്ടെണ്ണം വന്നേ. നയൻ ഓഫ് പെൻഡക്കിൾസ്, ക്വീൻ ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്, ജസ്റ്റിസ്, സെവൻ ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കണ്ണ് തുറന്നിട്ടുള്ള ഏറ്റവും വലിയ സ്വപ്നം നിങ്ങളെക്കുറിച്ച് എന്താ അറിയോ? നിങ്ങളുടെ ജോലിയിൽ വളരെയധികം ശോഭിക്കുന്നതായിട്ട്, നിങ്ങൾക്ക് ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളും, നിങ്ങൾ വളരെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നത്, എന്താ പറയുക, 4 പേര് നിങ്ങൾ പറയുന്ന കേൾക്കുന്ന, നിങ്ങൾ ആജ്ഞാപിക്കുമ്പോൾ മറ്റുള്ളവരനുസരിക്കുന്നത്, അങ്ങനെയൊക്കെ വളരെ പ്രബലമായ ഒരു ജോലിയിൽ നിങ്ങൾ ഇരിക്കണം. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വളരെയധികം ശോഭിക്കണം. ഒരുപാട് പൈസ നിങ്ങൾക്ക് സമ്പാദ്യം വേണം. അതെനിക്ക് പറയാതിരിക്കാൻ സാധിച്ചില്ല ആദ്യമായിട്ട് കേട്ടോ. അവരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ അതൊന്നാണ്. ഓക്കെ, നിങ്ങളെ 4 പേര് റെസ്പെക്റ്റ് ചെയ്യണം, അത് കണ്ട് ഇവർക്ക് അഭിമാനിക്കണം എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് കേട്ടോ. അപ്പോൾ ജോലിയിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ജോലിയിൽ നല്ല പേര് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്ത സ്വപ്നം എന്താണ്? നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത്, നിങ്ങൾ ഒരുമിച്ചുള്ള മൊമെൻറ്റ്സ്, നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം, ഈ ജന്മത്തിലേക്ക് മാത്രമല്ല അടുത്ത ജന്മത്തിലേക്കും നിങ്ങൾ കൂടെ വേണം എന്നുള്ള ആഗ്രഹം, അതൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങളിൽ. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നിങ്ങളുടെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ എന്നുള്ള രീതിയിൽ പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ കുടുംബത്തിൻ്റെ, നിങ്ങളുടെ സഹോദരങ്ങളുടെ, മാതാപിതാക്കളുടെ, കുഞ്ഞുങ്ങളുടെ എല്ലാം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ്. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായിരിക്കുക, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക, അതൊക്കെ അവരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ പെടുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യുക, കരുതൽ, നിങ്ങൾക്ക് വേണ്ടി കരുതലോടെ പെരുമാറുക. നിങ്ങൾ തിരിച്ചും കേട്ടോ, വീണ്ടും ആ റെസ്പോൺസിബിലിറ്റിയിലാണത് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി പൈസ സേവ് ചെയ്യുക, നിങ്ങളെ കംഫർട്ടബിൾ ആക്കുക ലൈഫിൽ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക, ചേർത്ത് നിർത്തുക, നിങ്ങൾക്ക് അപകടങ്ങളൊന്നും പറ്റാതെ സൂക്ഷിക്കുക, അങ്ങനെയൊക്കെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതെല്ലാം അവരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളാണ്. അത് കണ്ണ് തുറന്നിട്ടായാലും അല്ലെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും അധികം ഉള്ള ഒരു സ്വപ്നമാണത്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 7 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ.
നിങ്ങൾക്ക് വേണ്ടി അവർ ഉറങ്ങുമ്പോഴായാലും എപ്പോഴും ഉള്ളിൽ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി അവർ കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ സേഫായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം, ടെൻഷനൊന്നും നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ഒരു ഡ്രീമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ലെങ്കിലും ആ ഒരു പ്രാർത്ഥന അവരവരുടെ മനസ്സിൽ എപ്പോഴും അവർ ഉറങ്ങുമ്പോൾ പോലും അവരുടെ മനസ്സിൽ അവർ കീപ്പ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ സേഫ്റ്റിയാണ് അവരുടെ ഏറ്റവും വലിയ. നിങ്ങൾക്ക് അപകടമൊന്നും ഉണ്ടാവരുത്, നിങ്ങളെല്ലാ രീതിയിലും മനസ്സമാധാനത്തിൽ മുന്നോട്ട് പോകണം, നിങ്ങളുടെ ഹാപ്പിനെസ് അവർക്ക് വളരെ പ്രധാനമാണ്. അങ്ങനെ അവർ ചിന്തിക്കുക. അവർ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ പോലും നിങ്ങളുടെ കാര്യമായിരിക്കും ആദ്യം പ്രാർത്ഥിക്കേണ്ടാവുക. നിങ്ങളുടെ നല്ല ജീവിതം, നിങ്ങളുടെ ഉന്നമനം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ആയുസ്, നിങ്ങളുടെ സന്തോഷം, സമാധാനം, അതാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ആദ്യം വരുന്നത്. ഓക്കെ, അതൊരു നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്സാണ് അവരുടെ സ്വപ്നം. ഓക്കെ, 2 ഓഫ് കപ്സ് എന്നും നിങ്ങളെ കാണണം. അവരുടെ ഏറ്റവും വലിയ ഡ്രീംസിൽ നിങ്ങളുമായിട്ട് എന്നും ഒരുമിച്ചുണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. റീയൂണിയൻ എന്ന് പോലും ഞാൻ പറയില്ല, നിങ്ങളുമായിട്ടുള്ള യൂണിയൻ, നിങ്ങളുമായിട്ടുള്ളൊരു കുടുംബ ജീവിതം, നിങ്ങളുമായിട്ടുള്ള വിവാഹം, അതൊക്കെ തന്നെയാണ് അവരുടെ. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരിക, അതൊക്കെ തന്നെയാണ് അവരുടെ ഡ്രീമിൽ ഉള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരും ചിന്തിക്കുന്ന അവരുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് വെച്ചാൽ അവരുടെ പഠിത്തം കഴിഞ്ഞ് ജോലി സമ്പാദിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് വിവാഹം ആലോചിക്കുക, നിങ്ങളുമൊത്തൊരു കുടുംബം, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ സാധിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് കേട്ടോ. കുറേ പേരെങ്കിലും സ്റ്റുഡൻസായിട്ട് കാണുന്നു അവിടെ. പഠിത്തം എങ്ങനെയെങ്കിലും കൺക്ലൂഡ് ചെയ്ത് ജോലി സമ്പാദിക്കുക എന്നുള്ളത് അവിടെ, എന്നിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരിക എന്നുള്ളത്. ഏസ് ഓഫ് കപ്സ് അൾട്ടിമേറ്റ് സ്നേഹം നിങ്ങൾക്ക് തരിക എന്നുള്ളത് തന്നെയാണ് അവരുടെ. നിങ്ങളുടെ സ്നേഹം കൈപ്പറ്റുക, നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മനസ്സിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഫീലിംഗ് എന്ന് പറയുന്നത്. അവരുടെ സ്വപ്നങ്ങളിൽ അത് തന്നെയാണ്. പരസ്പരം സ്നേഹം പങ്കുവെച്ച് ഒരുപാട് കെയർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത്. അതുപോലെ നിങ്ങളെ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹെയർ സ്റ്റൈല്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ രീതിയിൽ കാണണം എന്നുള്ളത് അവരുടെ ഒരാഗ്രഹമാണ്. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടായിരിക്കും, ലൈക്ക് ചിലപ്പോൾ സാരി ഉടുത്ത് കാണണം, അല്ലെങ്കിൽ മുണ്ടുടുത്ത് കാണണം, അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സിങ് സെൻസ്, സൂട്ടിട്ട് കാണണം, അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹെയർ സ്റ്റൈലിൽ മുടി അഴിച്ചിട്ടിട്ട് കാണുന്നതാണ് ഇഷ്ടം, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളെ ഇമാജിൻ ചെയ്യാറുള്ളത്. അവർക്ക് ആ ഇഷ്ടമുള്ള രീതിയിൽ. ചിലർക്കൊരു പെർട്ടിക്കുലർ കളറിൽ കാണും. ഇപ്പോൾ ചിലർക്ക് റെഡ് കളർ ഡ്രസ്സ് ഇട്ട് കാണുന്നത് ഇഷ്ടമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ചിലർക്ക് ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ട് കാണുന്നത് ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഇമാജിനേഷൻ. മുടി അഴിച്ചിടുക, അല്ലെങ്കിൽ നിങ്ങളൊരു പുരുഷനാണെങ്കിൽ ഒരു പർട്ടിക്കുലർ രീതിയിൽ മുടി ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള രീതിയിൽ അവർ നിങ്ങളെ സങ്കല്പിക്കാറുണ്ട് എന്ന് കാണുന്നു. അത് കൂടുതലും കണ്ണ് തുറന്ന് വെച്ചിട്ടുള്ള സങ്കല്പമാണ്. ഓക്കെ, അങ്ങനെ ഇമാജിൻ ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. ഓക്കെ, അവർ നിങ്ങൾക്ക് ആ ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നു, നിങ്ങളത് ഇട്ട് വരുന്നു, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പിൽ നിങ്ങളെ ഗ്രൂം ചെയ്ത് കാണാൻ, അതൊക്കെ അവർക്ക് ഇഷ്ടമാണോ എന്ന് കാണുന്നു. അത് അവർ ഇമാജിൻ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ അവരെ തീരുമാനങ്ങൾ എടുക്കാൻ ആയിട്ട് പ്രോപ്പർ ഗൈഡ് ചെയ്യുന്നതായിട്ടും, അങ്ങനെയെല്ലാം അവർക്കൊരാവശ്യം വരുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് അഭിപ്രായം ചോദിക്കുന്നു, നിങ്ങളവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആ കെയർ, ആ സ്നേഹം, വളരെ സ്വീറ്റായിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് പെരുമാറുന്നു, അങ്ങനെയൊക്കെ അവർ ഇമാജിൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് കൂടുതലും അൺഡിസ്ക്ലോസ്ഡ് ലവുകാരുടെ ആയിരിക്കാനാണ് സാധ്യത ഈ പർട്ടിക്കുലർ കാർഡ്. ഓക്കെ, അവർക്ക് അതിതീവ്രമായ ആഗ്രഹമാണ് നിങ്ങൾ അങ്ങനെയൊക്കെ അവരുടെ അടുത്ത് പെരുമാറണം എന്നുള്ളത്. നിങ്ങളോട് പറയാൻ പേടിയാണ്. ഓക്കെ, നിങ്ങളോട് പറയാൻ പേടിയാണ് എന്ന് കാണുന്നു. അല്ല, അങ്ങനെ ഒരു ഫീലിംഗ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാൻ പേടിയാണ്. പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊക്കെ അവരോട് പെരുമാറണം എന്നവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ഓക്കെ, അതേപോലെ എന്നും നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഇവരെ സങ്കല്പിക്കാറുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുക. ഓക്കെ, ആ ചാറ്റ് ചെയ്ത കാര്യങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ചാറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ ചാറ്റിൽ പറഞ്ഞതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുക, അതൊക്കെ അവർ ചെയ്യാറുണ്ട്. ഓക്കെ, ഓൺലൈനിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ലൈവായിട്ട് സങ്കല്പിക്കാറുണ്ടെന്നർത്ഥം. ഓക്കെ, പിന്നെ ചിലർക്കെങ്കിലും ഒരു കേസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ കേസിൻ്റെ ഒരു പ്രോപ്പർ സെറ്റിൽമെൻറ്റ് അത് അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ട് ഇരിക്കുകയാണ്. കാരണം അത് ക്ലിയറായിട്ട് വേണം നിങ്ങളുമായിട്ടുള്ള ഒരു
നിങ്ങളെ സംബന്ധിച്ച് ആയിരിക്കില്ല ആ കേസ് നടക്കേണ്ടാവുക കേട്ടോ. അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പലരും അങ്ങനെ വിചാരിക്കേണ്ട, അതായത് നിങ്ങൾ ഒരു തേർഡ് പേഴ്സണെ ആണോ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് ആണ് അല്ലേ. എനിക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യമാണ് അതൊക്കെ. ഓരോരുത്തരുടെയും ലൈഫിൽ ഓരോരോ സിറ്റുവേഷൻസ് ആണ്. അവരവർക്ക് അറിയാം അവരവരുടെ ലൈഫിലെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ചിലരുടെ ലൈഫിൽ ആ ഒരു സ്പൗസുമായിട്ടുള്ള സെപ്പറേഷൻ അനിവാര്യമായിരിക്കാം, അവർക്കത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർ മറ്റൊരു ലൈഫ് അന്വേഷിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ചിലർ ആണ് അവിടെ ആ കേസിൻ്റെ ഒരു സെറ്റിൽമെൻറ്റിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു സെറ്റിൽമെൻ്റ് ആയതിനു ശേഷം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. വീണ്ടും പ്രബലമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം എന്നവരുടെ ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടൊരു ലൈഫ് തരണം, നിങ്ങളും ജോലിയിൽ ശ്രദ്ധിക്കണം, അതിൽ നല്ല രീതിയിൽ വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തം കാര്യങ്ങളും അവർ സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ. അതായത് അവർ ജോലിയിൽ നല്ലതായി വന്ന് നല്ലോണം സമ്പാദിച്ച് നിങ്ങൾക്ക് ഒരു ലൈഫ്, കംഫർട്ടബിൾ ലൈഫ് തരാൻ അവർക്ക് സാധിക്കണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, 3-4 കാർഡ്സ് കൂടെ എടുക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഡ്രീംസിൽ അവർക്കായിട്ട് എന്താണ് കാണുന്നത്? നിങ്ങൾ മൊത്തം യാത്രകൾ പോകുന്നത് അവർ സങ്കല്പിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും തന്നെ യാത്രകൾ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് യാത്രകൾ പ്ലാൻ ചെയ്യാനും യാത്രകൾ പോകാനും ഒക്കെ അതൊക്കെ ഇവർ സങ്കല്പിക്കാറുണ്ടായിരിക്കും. ഭാവിയിൽ ഒരുമിച്ച് യാത്രകൾ പോകുന്നത് അങ്ങനെയൊക്കെ. ഓക്കെ, എംപ്രസ്, നിങ്ങളവരെ ഒരുപാട് സ്നേഹിക്കുന്ന, കെയർ ചെയ്യുന്നത്, അവരുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നത്, അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മ നിങ്ങളാകുന്നത്, ഒരുമിച്ചൊരു ജീവിതം, അവിടെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന കെയർ, അതൊക്കെ എന്ന് വെച്ചാൽ ഒരു കുടുംബജീവിതം അവർ നിങ്ങളുമായിട്ട് എന്താണ് സങ്കല്പിക്കാറുണ്ട് എന്നർത്ഥം. ഓക്കെ, ഡെവിൾ, നിങ്ങൾ മൊത്തമുള്ള ഇൻറ്റിമേറ്റ് മൂമെൻറ്റ്സ് അവർ സങ്കല്പിക്കാറുണ്ട്. നിങ്ങളുടേത് മാത്രമായിട്ടുള്ള പ്രൈവറ്റ് മൂമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് അവർ സങ്കല്പിക്കാറുണ്ട്. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കി നടത്തുന്നത്, അവരുടെ അച്ഛനമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, അവരുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, അങ്ങനെയെല്ലാം അവർ സങ്കല്പിക്കാറുണ്ട്. ഓക്കെ, എന്താ പറയുക, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നിങ്ങളെ സ്വീകരിക്കുന്നതായിട്ടും അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട്, ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും എല്ലാം അവർ സങ്കല്പിക്കാറുണ്ട് കേട്ടോ. ടെമ്പറൻസ് വെച്ചിട്ട് ഈവൻ സ്പിരിച്വലായിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരിക്കും. രണ്ടുപേരും തന്നെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുമായിരിക്കാം. ഒരുമിച്ച് തീർത്ഥസ്ഥാനങ്ങളിൽ പോവുക, പ്രാർത്ഥനകൾ ചെയ്യുക, അങ്ങനെയെല്ലാം ഉള്ള ഒരു റിലേഷനും കൂടിയാണ് നിങ്ങളുടെ. അപ്പോൾ ആ ഒരു ബാലൻസ് എന്നും ഉണ്ടാവും. നിങ്ങൾ അതുപോലെ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ ഇപ്പോഴേ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമിച്ച് തീർത്ഥസ്ഥാനങ്ങൾ യാത്ര ചെയ്യുക, അങ്ങനെയൊക്കെ അവർക്ക് ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്നും നല്ല കാലമായിരിക്കും എന്നും അവർ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ എന്ത് ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം മാറും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ അവരുടെ ഡ്രീംസ് നല്ല രീതിയിൽ, നല്ല ഇമാജിനേഷൻസ് തന്നെയാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റും കൂടെ ചെയ്യണേ. വേറെ എന്താണ് പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.